ഹായ് ഓൾ. അപ്പോൾ നമ്മളിന്ന് ബയോമെറ്റീരിയൽസിൻ്റെ സ്റ്റാർട്ടിംഗ് ടോപ്പിക്കാണ് നോക്കുന്നത്. ഇനിഷ്യൽ ടോപ്പിക് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ, ക്ലാസിഫിക്കേഷൻ, അപ്ലിക്കേഷൻ, ക്യാരക്ടറൈസേഷൻ എന്നീ ടോപ്പിക്സ് കവർ ചെയ്യുന്ന MCQs ആണ് നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ എക്സാംസ് ഒക്കെ ഫാസ്റ്റ് അപ്രോച്ചിങ് ആണ്. അപ്പോൾ നമ്മൾ ഓരോ ടോപ്പിക്സിനെ മാപ്പ് ചെയ്യുന്ന രീതിക്കും നമ്മുടെ അറിവ് ടെസ്റ്റ് ചെയ്യുന്ന രീതിക്കും നമുക്ക് എന്താണ് ഇതിൻ്റെ MCQs നോക്കുന്നതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വേ. സോ നമ്മുടെ എക്സാം അപ്രോച്ചും MCQs ആയതുകൊണ്ട് ഇറ്റ് വിൽ ബി സോ മച്ച് ഈസി ഫോർ യു. സോ ലെറ്റ് സ്റ്റാർട്ട്. See the first question. First question എന്താണ്? Applications of biomaterials falls under which of these categories? ഈ questions നമ്മൾ address ചെയ്യുമ്പോൾ we should know the definition of biomaterials and also where it is applied. എവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും, എവിടെയാണ് ഇതിന്റെ ഡെഫിനിഷൻസ്, എങ്ങനെ നമുക്ക് ഇതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. സി നമുക്കിവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സ്ട്രക്ചറൽ അപ്ലിക്കേഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് മെഡിസിൻ, replace damaged or diseased body parts in human and animal bodies, treating a disease or an injury, all of the above. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ആവുന്നത് റീപ്ലേസ് ഡാമേജ്ഡ് ഓർ ഡിസീസ്ഡ് ബോഡി പാർട്സ് അല്ലേ. നമ്മൾ ബയോ കോമ്പാറ്റബിൾ ആയിട്ട് നമ്മുടെ എന്തെങ്കിലും ബോഡി പാർട്സിനെയോ സ്ട്രക്ചറിനെയോ മാറ്റുന്നതാണ് ബയോമെറ്റീരിയൽസ് എന്ന ഡെഫിനിഷൻ നമുക്ക് നമ്മുടെ മൈൻഡിൽ സ്റ്റിക്കായിട്ടിരിപ്പുണ്ട്. പക്ഷേ ആക്ച്വലി നമുക്ക് അതല്ല അതിൻ്റെ ഒരു പ്രോപ്പർ ആൻസർ ആയിട്ട് നമ്മുടെ മനസ്സിൽ, നമ്മുടെ കോൺഷ്യസിലേക്ക് വരേണ്ടത്. മനസ്സിൽ പെട്ടെന്ന് നമുക്ക് സ്ട്രൈക്ക് ചെയ്താൽ വി ഹാവ് ടു തിങ്ക് ട്വൈസ്. സി കാരണം സ്ട്രക്ചറൽ അപ്ലിക്കേഷൻ ഓക്കെ, ഡാമേജ്ഡ് ഇസും കൺസിഡർ ചെയ്യാം. ട്രീറ്റിംഗ് എ ഡിസീസ് ഓർ എൻ ഇഞ്ചുറി, അത് എന്താ പറയുക, കൺഫ്യൂസിങ് അല്ലേ എന്ന് നമ്മൾ ചിന്തിച്ചാൽ കൺഫ്യൂസിങ് അല്ല. സി നമുക്ക് സ്വിച്ചസ്, നീഡിൽസ് ഇതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട്. സോ ഓൾ ഓഫ് ദ എബോ ആണ് നമ്മുടെ ആൻസർ. സോ വി ഹാവ് ടു ചൂസ് ദ ഓപ്ഷൻ that is all of the above is our answer. ഇതെല്ലാം നമ്മുടെ ആപ്ലിക്കേഷനിൽ വരുന്നുണ്ട്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സി ബയോമെറ്റീരിയൽസ് ആർ വെൽ നോൺ ഫോർ ദ പ്രോപ്പർട്ടീസ്. സോ പ്രോപ്പർട്ടീസ് ഓഫ് ബയോമെറ്റീരിയൽസ് നോക്കുമ്പോൾ there are mechanical properties, chemical properties, surface properties, electrical properties. സോ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓടി വരും അല്ലെ. സോ ഈ പ്രോപ്പർട്ടീസിൽ ഇലക്ട്രിക്കലും തെർമൽ പ്രോപ്പർട്ടീസും along with mechanical properties ഏത് താഴെ കൊടുത്തിരിക്കുന്ന ക്ലാസിഫിക്കേഷനിലാണ് കൂടുതലും ഇമ്പാക്റ്റ് ആകുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ വെൽ നോൺ, കാരണം ഈ 3 പ്രോപ്പർട്ടി ഇലക്ട്രിക്കൽ പ്ലസ് തെർമൽ പ്ലസ് മെക്കാനിക്കൽ എന്ന് വരുമ്പോൾ പോളിമേഴ്സ് അല്ല, നമുക്ക് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് പോളിമേഴ്സിൽ കുറച്ച് ഡിഫറെൻ്റ് ആണ്. മെറ്റൽസ് കൺസിഡർ ചെയ്യാം, കോമ്പോസിറ്റ്സ് ഒരു സെമി കൺസിഡറേഷൻ കൊടുക്കാം, മെറ്റൽസ് ആൻഡ് അലോയ്സ്. മെറ്റൽസ് ആൻഡ് അലോയ്സ്, നമ്മൾ ബയോമെറ്റീരിയൽസ് മെറ്റൽസിനെ പോലെ തന്നെ നമ്മൾ അലോയ്സിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ നമ്മൾ കൊടുക്കുന്നു. So we have to consider metals and alloys as the answer. So you can see the explanation here. See, metals and alloys are used in biometals due to their excellent electrical, thermal and mechanical properties. ഇത് മൂന്നും ഒത്തുചേർന്ന് വരുന്ന സ്ഥലം ഇവിടെയാണ്. അത് നമുക്ക് നോക്കുമ്പോൾ ടാബുലേഷൻസ് ഒക്കെ ഉണ്ട്. അതിൽ പോളിമേഴ്സിനെ സംബന്ധിച്ച് കെമിക്കൽ പ്രോപ്പർട്ടീസ്, സർഫസ് പ്രോപ്പർട്ടീസ് ഒരു കൺസേൺ ആകാം. കോമ്പോസൈറ്റ്സിന് സർഫസ് പ്രോപ്പർട്ടീസും ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസും തെർമൽ പ്രോപ്പർട്ടീസും ഒരു കൺസേൺ ആകാം. പക്ഷേ മെക്കാനിക്കൽ പ്രോപ്പർട്ടി സ്ട്രോങ് ആയിട്ട് വരുന്നത് മെറ്റൽസ് ആൻഡ് അലോയ്സ്. നമുക്ക് മെറ്റൽസ് എന്ന് എഴുതാൻ തോന്നാം, ബട്ട് സ്റ്റിൽ നിങ്ങൾ മെറ്റൽസിൽ മാത്രം ഫോക്കസ് ചെയ്യരുത്. മെറ്റൽസ് ആൻഡ് അലോയ്സ് നമ്മൾ ബയോമെറ്റീരിയൽസിൽ വളരെ കോമ്പാക്റ്റബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. സി നെക്സ്റ്റ്, ഫൈൻഡ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അലുമിനിയം Al2O3 ആണ് കേട്ടോ. ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇറ്റ്സ് Al2O3. ഓക്കെ, ഈ Al2 എന്ന് നടക്കുന്നത് അത് എൻ്റെ മിസ്റ്റേക്ക് ആണ്. Al2 ഇവിടെ ഒരു ഓയും കൂടെ വരുന്നുണ്ട്. ഓക്കെ, Al2O3 ആണ് വരുന്നത്. ആൻഡ് സിലിക്കൺ, ദാറ്റ് ഈസ് അലുമിനിയം ഓക്സൈഡ് ആൻഡ് സിലിക്കൺ ഹാവ് എ ഹൈ വിയർ ആൻഡ് കൊറോഷൻ റെസിസ്റ്റൻസ്. ഇതാണ് ഒരു സ്റ്റേറ്റ്മെന്റ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ്? കനോട്ട് ബി പോളിഷ്ഡ്, പോളിഷ് ചെയ്യാൻ പറ്റില്ല. Difficult to fabricate. They are ceramics. Yes, നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. Al2O3 is a ceramic material. Okay, so Al2O3 and Si have high wear and tear resistance എന്നൊരു പോയിന്റ് നമ്മളിവിടെ നോട്ട് ചെയ്തു. ഓക്കെ, അപ്പം സെറാമിക്സ് ആണ്. യെസ്, അതും കിട്ടി, നമുക്ക് ഈസി ആയിട്ട് കിട്ടി. ആൻഡ് cannot be polished. സെറാമിക്സ് എൻ്റെ കേസിൽ പോളിഷിങ് നമുക്കൊരു ഫാക്ടർ ആണോ എന്ന് പറയാൻ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. ഡിഫിക്കൽട്ട് ടു ഫാബ്രിക്കേറ്റ്, യെസ്. നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. സെറാമിക്സ് ആർ യൂസ്ഡ് ഇൻ ബയോമെറ്റൽസ് വിത്ത് ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത്. സി they are polymers and they are ceramics and they have wear and corrosion resistance. അപ്പോൾ നമുക്ക് ഏത് വരുന്നു? പോളിഷിന്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. സോ
പോളിഷ് എന്നൊരു പോയിന്റ് ഒഴിച്ചാൽ ബാക്കി എല്ലാം നമുക്ക് ശരിയായിട്ട് വരും. സോ അവർ ആൻസർ ഷുഡ് ബി 1, 3 and 4 are correct. 1, 3 and 4 are correct. Okay, so next question ലേക്ക് പോകാം. ക്ലിയർ? നമ്മുടെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഇവിടെ തന്നെ നമ്മൾ പറഞ്ഞു പോകാം. സോ നിങ്ങൾ ഒന്ന് നോക്കിയാൽ സെറാമിക്സിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ സെറാമിക്സിന്റെ കുറച്ച് ക്യാരക്ടറൈസേഷൻ നിങ്ങൾ മനസ്സിലാക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിൽ പറയാം ഈ ക്വസ്റ്റ്യനിലൂടെ. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് a point at which elastic behavior changes to plastic behavior. ഇത് എവിടെയാണ് വരുന്നത്? മെയിൻലി ക്യാരക്ടറൈസേഷൻ ഓഫ് മെറ്റീരിയൽസിൽ വരുന്നതാണ്. സോ ഒരു മെറ്റീരിയലിൽ നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് നോക്കുമ്പോൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ റിലേഷൻ നമ്മൾ നോക്കാം. ഓക്കെ, സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ റിലേഷനാണ് ഈൽഡ് സ്ട്രെസ്സും ബ്രേക്കിംഗ് സ്ട്രെസ്സും ടെൻസൈൽ സ്ട്രെങ്ത്, അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഒരു മെറ്റീരിയൽ നമ്മൾ അടിച്ചടിച്ചടിച്ച് വരുന്നത്, അപ്പം നമ്മൾ എന്താ പറയുക, ആ മെറ്റീരിയലിന്റെ അതിന്റെ ഷേപ്പ് ഡീഫോം ആകുമ്പോൾ ആ ഡിഫോമിറ്റി നമ്മൾ എന്താ റബ്ബർ ബാൻഡ് എടുത്തിട്ട് നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ ഡിഫോമിറ്റി ഈസ് എ എലാസ്റ്റിക് ബിഹേവിയർ. ഓക്കെ, ബട്ട് എ പോയിന്റ് വേർ ഇറ്റ് ഈൽഡ് ദ ഹയസ്റ്റ് സ്ട്രെസ് ആൻഡ് ബ്രേക്ക്, അങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോൾ വാട്ട് വിൽ ബി യുവർ ആൻസർ? അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ആ ബ്രേക്ക് ചെയ്യുന്നത് പ്ലാസ്റ്റിക് ആണ്. പിന്നെ there is no elastic property persist, there will be a plastic behavior. So what is the answer should be? നമുക്ക് explanation നോക്കാം. See the graph showing is ഒരു elastic zone ഉള്ള ഒരു സാധനം ഇങ്ങനെ ഇരിക്കുന്നു, അതിങ്ങനെ വന്നു the point which elastic behavior changes to plastic behavior. This is elastic zone and this is plastic zone. So the answer should be the e point in the pinning breakage and yield stress or yield point will be your answer. So yield point will be your answer. Ultimate tensile strength loto breaking stress loto പോകുമ്പോൾ yield stress ൽ തന്നെ the behavior will become change. Okay, that will be the answer. Clear? So the next question, so ഇവിടെ ഈ ഗ്രാഫിൽ നോക്കുമ്പോൾ you can understand the elastic and plastic zone, which is a characterization of materials or it is related to mechanical properties of metal. Okay, so ഒരു ബയോകമ്പാറ്റബിലിറ്റി ചോദിച്ചിട്ടുണ്ട്. ഇൻട്രൊഡക്ഷനിൽ വരുന്ന ബയോകമ്പാറ്റബിലിറ്റി ഈസ് how a material is becoming compatible with a tissue or an organ or a surface of a living organism. So lysis of cell falls under which biocompatibility factor? Lysis അറിയാലോ, lysis of cell ന്റെ like എന്തെങ്കിലും deformity or breakage is known as lysis of a cell under which biocompatibility factor? Tissue interactions, maybe biomaterial interaction with tissues, maybe pharmacological, yes, chemical, yes, surface biomaterial വെക്കുമ്പോഴും ലൈസിസ് വരാമല്ലോ അല്ലേ, എവിടെ വെച്ചാലും ഇത് വരാം. എക്സ്റ്റേണൽ സർഫസ് അല്ല, സർഫസ് ഓഫ് എ ടിഷ്യൂ മേ ബി. അങ്ങനെ വന്ന എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. യെസ്, ഇതാ നോക്ക്, ബയോമെറ്റീരിയൽസ് എന്തുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഇത്രയും സാധനങ്ങൾ ഉണ്ടാകുന്നു എന്ന് അവർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ഇവിടെ സെൽ ലൈസിസ് എന്നൊരു പോയിന്റ് ഉണ്ട്. സോ all of the above will be the answer. All of the above will be the answer. Cell lysis can be occurred by these three above properties ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് cell lysis ഉണ്ടാകും. So biocompatibility എന്താണെന്ന് നോക്കി അതിന്റെ ഒരു application level നമ്മൾ MCQ നോക്കിയിരിക്കുന്നു. So I hope you can be followed very easily. Then the next is the following material used in soft tissue application are also tend to degrade. See, there we applications of biomaterial ആണ് വരുന്നത്. We have hard tissue implants, soft tissue implants, നമുക്ക് ഒരുപാട് ബോൺ ജോയിന്റ്സ്, പിന്നെ സോഫ്റ്റ് ടിഷ്യൂ വരുമ്പോൾ ഹിപ്പ് സോക്കറ്റ് ജോയിന്റ്സ് ഒക്കെ വരും. പല മെറ്റീരിയൽസും പല ആപ്ലിക്കേഷൻസ് നമ്മൾ മാറി യൂസ് ചെയ്യണം. മെറ്റൽസ് ആൻഡ് അലോയ്സ് ഒക്കെ നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ഹാർഡായിട്ടുള്ള ടിഷ്യൂ ഇംപ്ലാന്റ്സ് നമ്മുടെ മൈൻഡിൽ എപ്പോഴും വരാറുണ്ട്. സോഫ്റ്റ് വരുമ്പോൾ ചിലപ്പോൾ പോളിമേഴ്സ് യൂസ് ചെയ്യാം, സെറാമിക്സ് യൂസ് ചെയ്യാം, കോമ്പോസിറ്റ്സ് യൂസ് ചെയ്യാം, വാട്ട് എവർ എന്നും നമ്മൾ മാറി യൂസ് ചെയ്യുമ്പോൾ പ്രോബബിലിറ്റി അവിടെ ഉണ്ട്. സോ അതിനെ അഡ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? സോഫ്റ്റ് ടിഷ്യൂ അപ്ലിക്കേഷൻ ആണ്. സോ മെറ്റൽസ് നമുക്ക് ഒഴിവാക്കാം അല്ലേ, ബട്ട് ഓൾസോ ടെൻസ് ടു ഡീഗ്രേഡ്. ബയോഡീഗ്രേഡബിൾ എന്നൊരു പോയിന്റ് വന്നിട്ടുണ്ട്. സോ ബയോഡീഗ്രേഡബിൾ, വിച്ച് ഈസ് ബയോഡീഗ്രേഡബിൾ പോളിമേഴ്സ് എന്ന ടോപ്പിക്ക് മാത്രമേ നമ്മൾ അതിൽ പഠിക്കുന്നുള്ളൂ.
polymers are biodegradable. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സി polymers. സോ സി ഇവിടെ മേ ഡീഗ്രേഡ് എന്നൊരു ഇതുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു എക്സ്പ്ലനേഷൻ കാണുമ്പോൾ തന്നെ മെറ്റൽസിന്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് ആൻഡ് എക്സാമ്പിൾസ് കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ സെറാമിക്സ്, എന്തൊക്കെ ടൈപ്പ് ഓഫ് സെറാമിക്സ് ഉണ്ട്, അതിന്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് അതിന്റെ ഇത് കാണാൻ പറ്റും. സോ കോമ്പോസിറ്റ്സ് ഇത് ചില സൈഡ് മാത്രമേ വിസിബിൾ അല്ലാത്തുള്ളൂ, ബട്ട് വി ക്യാൻ സി മോസ്റ്റ്ലി വാട്ട് ആർ ദ അപ്ലിക്കേഷൻസ് ദയർ. സോ അവർ ആൻസർ ഈസ് polymers. Polymers is our answer because it is soft tissue application and also tends to degrade. It may degrade. That is a portion where our answer is polymers. Okay, now the highlight is okay. Polymers here rounded about confusions are clear. So the next question is identify the representation of the graph given. Oh, ഇതൊരു ടഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് എത്ര പേരെ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കുന്നു അല്ലെ? ഇതൊരു ടഫ് ഉണ്ട്. ഇവിടെ ഇൻഫെക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്, ലൂസനിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്, ഫ്രാക്ചറിനെ കുറിച്ച് പറയുന്നുണ്ട്, വിയറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇൻഫെക്ഷൻ ബോഡിയിൽ സംഭവിക്കുന്നതാണ് അല്ലെ? ഇൻഫെക്ഷൻ ഈസ് ഹാപ്പനിങ് ഇൻ ദ ബോഡി. നമുക്കിവിടെ ബി എന്നിടാം. ഓക്കെ, ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ദ ബോഡി. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ ഹാപ്പനിങ് ഇൻ ദ ബോഡി. ലൂസനിങ് ഈസ് എൻ ഓബ്ജക്റ്റ് അല്ലെ? ഒരു ഓബ്ജക്റ്റ് ആണ്, ഓ എന്നിടാം. ദ വിയറും ഒരു ഓബ്ജക്റ്റ് ആണ്, ഒരു ഷർട്ട് വിയർ ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറയും. രണ്ട് ആക്ടിവിറ്റി. അപ്പൊ ഈ ഗ്രാഫ് എന്തിനെ കുറിച്ചായിരിക്കും പറയുന്നത്? ഇൻഫെക്ഷൻ വെർസസ് ക്യൂർ. ഇൻഫെക്ഷൻ വെർസസ് ക്യൂറിന് മാത്രമാണ് പറയുന്നത്? അല്ല, അല്ല. അപ്പൊ ഇതല്ല, നമുക്ക് കട്ട് ചെയ്യാം ഈ ഓപ്ഷൻ. അല്ല. വിയർ വെർസസ് ക്യൂർ അല്ല, ബിക്കോസ് ഇൻഫെക്ഷനും ഫ്രാക്ചറിനെ കുറിച്ച് പറയുന്നുണ്ട്, അപ്പൊ അതും അല്ല. ബയോ കോമ്പാറ്റബിലിറ്റി, അതിന്റെ സാധ്യത കിടന്ന് കണക്കണം. നമുക്ക് അടുത്ത ഓപ്ഷൻ കൂടെ നോക്കിയിട്ട് വരാം. പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ വെർസസ് ഇയേഴ്സ് ഓഫ് ഇംപ്ലാന്റിംഗ്. നമുക്കൊരു ഗ്രാഫ് പോകുന്നുണ്ട്, ഇവിടെ കുറെ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഈ നമ്പേഴ്സ് ഇയേഴ്സ് ആണെങ്കിലും 15 ഇയേഴ്സ് ആദ്യം ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു. ചിലപ്പോൾ ഒരു 10 വർഷം ലൂസ് ആകാം, ചിലപ്പോൾ ഡിഗ്രേഡ് ആകാം, ചിലപ്പോൾ ഫ്രാക്ചറിലേക്ക് കൊണ്ടെത്തിക്കാം. അങ്ങനെ ആക്കുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ വെർസസ് ഇയർ ഓഫ് ഇംപ്ലാന്റിംഗ് അല്ല, അവസാനം ഫെയിലിയർ ആണ്, ഫ്രാക്ചർ ആണ് ആകുന്നത്. അപ്പോൾ ഫെയിലിയർ തന്നെയാണ്. ആൻഡ് ഇയേഴ്സ് ഓഫ് ഇത് ഇയേഴ്സ് ആണെങ്കിലും ബയോ കോമ്പാറ്റബിലിറ്റിക്ക് വേറെ നമ്മൾ കാണാനില്ല. നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. യെസ്, ഇറ്റ്സ് പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയേഴ്സ് വെർസസ് ഇയേഴ്സ് ഓഫ് ഇംപ്ലാന്റ് ആൻഡ് ഇംപ്ലാന്റ് പീരീഡ് ആണ് പറയുന്നത്. സോ ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. മനസ്സിലോട്ട് ഓർത്ത് വെക്കുക. ഇറ്റ് ഈസ് എ ക്യാരക്ടറൈസേഷനിൽ പറയുന്ന ഒരു പോർഷൻ ആണിത്. ഓക്കെ, ക്യാരക്ടറൈസേഷനിൽ വരുന്ന ഒരു പോർഷനാണ്. സോ സി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് ഇവിടെ മെക്കാനിക്കൽ പ്രോപ്പർട്ടിയെ കുറിച്ചാണ് അഡ്രസ് ചെയ്യുന്നത്. മെക്കാനിക്കൽ പ്രോപ്പർട്ടി ഒരു ഇമ്പോർട്ടൻറ്റും വലിയൊരു പ്രോപ്പർട്ടി ആയതുകൊണ്ട് നമുക്ക് ഇതിൽ കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് റൈസ് ചെയ്യാൻ പറ്റും. ഇനിഷ്യലി ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം പ്രോപ്പർട്ടീസ്. The difference of original length and deformed length again divides to the same original length is termed as. Difference എന്ന് പറയുമ്പോൾ original length minus deformed length divided by original length. Stress ആണോ? ഒരാളുടെ ഡിഫോംഡ് ലെങ്ത് മൈനസ് ഒറിജിനൽ ലെങ്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ. സ്ട്രെസ് ആവാൻ സാധ്യതയില്ല. എലാസ്റ്റിസിറ്റി, യങ്സ് മോഡുലസ് ഒരു സാധ്യത കാണുന്നുണ്ട് അല്ലേ? നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കുമ്പോൾ എന്താ, ഇറ്റ്സ് സ്ട്രെയിനെ കുറിച്ചാണ് അവർ പറയുന്നത്. ദ ട്രൂ സ്ട്രെസ്, എഞ്ചിനീയറിംഗ് സ്ട്രെസ് എന്നൊക്കെ ഇവിടെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കുമ്പോൾ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദാറ്റ് സ്ട്രെയിൻ സിഗ്മ is deformed length minus original length divided by the original length. The strain is the answer. ഇത് നമ്മുടെ മെക്കാനിക്കൽ പ്രോപ്പർട്ടി സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻ ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് വരുന്ന ഒരു ടോപ്പിക്കാണ്. So again, moving towards the next topic, identify the deformation class given. Okay, again we are in a mechanical property അല്ലേ? നമ്മൾ പതുക്കെ അപ്ലിക്കേഷൻ, ഡെഫിനിഷൻ, ബയോകമ്പാറ്റബിലിറ്റി, ക്യാരക്ടറൈസേഷൻ നിന്ന് പതുക്കെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് എത്തിക്കഴിഞ്ഞു. ഒരു മെയിൻ ടോപ്പിക് ടച്ച് ചെയ്ത് തുടങ്ങി. ഈ ഡിഫോർമേഷൻ എവിടെയാണ്? ഗാമ is equal to tan alpha is equal to L/L0. L/L0 ആൽഫ ഒരു ആംഗിൾ, ടാൻ ഒരു ആംഗിൾ വരുന്നുണ്ട്. ടെൻഷൻ ആണോ? ടെൻഷൻ, കംപ്രഷൻ അല്ല, ഇവിടെ ആംഗിൾ വരുന്നില്ല. ഷിയർ ആംഗിൾ വരുന്നുണ്ട് അല്ലെ? ഷിയർ ആൻഡ് ടെൻഷൻ, ഷിയർ. ഇതിൽ ഏതായിരിക്കാം? നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. സി ഹിയർ L/L0, ദാറ്റ് ഈസ് സി, ദാറ്റ് ഈസ് ഷിയർ ആണ് ആൻസർ. ഷിയർ ആൻഡ് ടെൻഷൻ അല്ല. ഷിയർ ആൻഡ് ടെൻഷൻ വരുമ്പോൾ കുറച്ചുകൂടെ കോംപ്ലക്സ് ആണ്, അതല്ല. സോ ദിസ് ഈസ് ദ ആൻസർ. ഷിയർ ആണ് ആൻസർ ഇവിടെ, അത് ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്.
സി ഈസ് ഷിയർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഷിയർ ആൻഡ് ടെൻഷൻ ഡി ആണ്, അപ്പം ഡി അല്ല, ബാക്കി രണ്ടും കംപ്രഷനും ടെൻഷനും. സോ ദാറ്റ് ഈസ് എ തിങ്. അപ്പോൾ നമുക്ക് ഇത് നോക്കുമ്പോൾ തന്നെ എൽ മൈനസ് എൽ സീറോ ബൈ എൽ സീറോ എന്ന് ചോദിച്ചാൽ again സ്ട്രെസ് കംപ്രഷനിലോട്ടോ അല്ല ടെൻഷനിലോട്ട് പോവാം അല്ലേ, പിന്നെ കംപ്രഷനിലോട്ട് പോവാം. എൽ ബൈ എൽ സീറോ അത് വീണ്ടും കംപ്രഷനിലേക്ക് വരുന്നു. അത് കഴിഞ്ഞാൽ ആംഗിൾ വെച്ച് വരുമ്പോൾ വി ക്യാൻ കോൺസെൻട്രേറ്റ് ഓൺ ദ ഷിയർ. ഓക്കെ, again a question. The energy spent on changing the temperature of a material by 1 degree Celsius per unit mass is known as. See, thermal property, mechanical property, രണ്ട് മൂന്ന് questions നോക്കി. Then again we are coming for thermal properties. Thermal property, the energy spent on changing the temperature. ഒരു temperature change ആണ് അവിടെ ഒരു energy spent ആയിട്ടുണ്ട് of a material by 1 degree Celsius per unit mass is known as. Thermal expansion, ഒരു 1 ഡിഗ്രി സെൽഷ്യസിന്റെ തെർമൽ എക്സ്പാൻഷനായിട്ട് ബന്ധമുണ്ടാവും, സാധ്യത കുറവായിരിക്കും. സ്പെസിഫിക് ഹീറ്റ് 1 ഡിഗ്രി സെൽഷ്യസ് സ്പെസിഫിസിറ്റി പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ ഓപ്ഷൻ ആയിട്ട് അവിടെ ഇരിക്കട്ടെ. തെർമൽ കണ്ടക്ടിവിറ്റി, കണ്ടക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്. വോളിമെട്രിക് തെർമൽ എക്സ്പാൻഷൻ സാധ്യത ഉണ്ട്. വോളിയം 1 ഡിഗ്രി, വോളിയം, സ്പെസിഫിക് ഹീറ്റ്. ഇപ്പോൾ രണ്ട് ഓപ്ഷൻ നമ്മൾ കൺഫ്യൂസ് ആയി. നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. സി, സ്പെസിഫിക് ഹീറ്റ് ആണ് നമ്മുടെ ആൻസർ. കോഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ വരുമ്പോൾ അവിടെ യൂണിറ്റ് ലെങ്തിനാണ് സാധ്യത വരുന്നത്. എന്തായാലും വോളിമെട്രിക്കും അല്ല, തെർമൽ എക്സ്പാൻഷനും അല്ല, കണ്ടക്ടിവിറ്റി അല്ല. ദ ആൻസർ ഈസ് സ്പെസിഫിക് ഹീറ്റ്. കാരണം സ്പെസിഫിക് ആയിട്ട് ഒരു യൂണിറ്റ് അവിടെ പറയുന്നു. സ്പെസിഫിക് ഹീറ്റ് ആ ഒരു എടുത്തു പറയുന്ന ഒരു കാര്യം. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ദ ഫസ്റ്റ് വീഡിയോ. നമ്മൾ സെക്കൻഡ് വീഡിയോയിലേക്ക് വരാം.